സ്ത്രീ ആണെങ്കിൽ ഫിനാൻഷ്യലി ഫ്രീ ആവണമെന്നുണ്ടോ? സ്വന്തം ആഗ്രഹങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ ആരായാലും ഫിനാൻഷ്യലി ഫ്രീ ആവേണ്ടതുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ ഓരോ സ്റ്റേജിലും അതിനെ ഡിഫറെന്റ് ആയിട്ട് വേണം അപ്രോച്ച് ചെയ്യാനായിട്ട്. മിക്ക സ്ത്രീകളും 20s തന്നെ അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യും. സാലറി കിട്ടുന്നതിന്റെ ആവേശത്തിൽ അനാവശ്യ ചെലവുകൾ വരുത്താതെ സാലറിയുടെ 20-30% സേവ് ചെയ്യാൻ ശ്രമിക്കണം. 20 വയസ്സുള്ള ഒരാൾ 10,000 റുപ്പീസ് മന്ത്ലി സേവ് ചെയ്താൽ 40 വയസ്സാകുമ്പോഴേക്കും ഏകദേശം 1 കോടി രൂപ എൻ ചെയ്യാൻ കഴിയും. പിന്നെ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്സ് ചെയ്യാതിരിക്കുക. ഈ ഒരു സ്റ്റേജിൽ FD പിന്നാലെ പോകാതെ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നീട് കല്യാണം കഴിയുമ്പോൾ പാർട്ണറുമായിട്ട് നിങ്ങളുടെ ഫൈനാൻസിനെ വേണ്ടി ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ ഇൻകം പാർട്ണറിന് ഹാൻഡ് ഓവർ ചെയ്യാതെ നിങ്ങൾ തന്നെ അത് ഹാൻഡിൽ ചെയ്യുക. ഫാമിലിയിൽ വരുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. 30s എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനാണ്. അറ്റ്ലീസ്റ്റ് ഒരു 6 മന്തിന്റെ എക്സ്പെൻസ് ചേർത്ത് വെച്ച് ലിക്വിഡ് അസറ്റ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടി ലൈഫ് ഇൻഷുറൻസും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും എടുത്ത് ഫാമിലിനെ സേഫർ ആക്കാൻ ശ്രമിക്കുക. പിന്നെ ലോങ് ടേമിലോട്ടുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ അറ്റ്ലീസ്റ്റ് 30% എങ്കിലും ഇക്വിറ്റി റിലേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം 40 വയസ്സിന് ശേഷം മേജർ ഫോക്കസ് ലോൺ ക്ലിയർ ചെയ്യാനും ഡെറ്റ് ഫ്രീ ആവാനുമാണ്. റിട്ടയർമെന്റിന് ശേഷം ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പാസീവ് ഓപ്ഷൻ ഇപ്പോഴേ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. റിട്ടയർമെന്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ മെജോറിറ്റി പോർഷൻ ഒരു സേഫർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു കാര്യം എല്ലാവരും ഓർത്തു വെക്കുക, സ്ത്രീ ആണെങ്കിലും നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ തന്നെയാണ് നേടിയെടുക്കേണ്ടത്.